വിശ്വാസികൾ എന്ന നിലയ്ക്ക് എബ്രായർ 1-ാം അധ്യായത്തിൽ ബൈബിൾ നമ്മോട് പറയുന്നത് ഒരുപാട് ദൂതന്മാർ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നതാണ്. നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നില്ല എങ്കിലും ദൈവത്താൽ അയക്കപ്പെട്ട ഈ ദൂതന്മാർ നമുക്ക് വേണ്ടി സജീവമായി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ ദൂതന്മാർ നിങ്ങളോട് കൂടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള 5 അടയാളങ്ങളെ കുറിച്ച് നോക്കാം. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ അടയാളം, ശരീരത്തിൽ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ചൂട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആരാധിക്കുന്ന സമയത്തോ അസാധാരണമായ രീതിയിൽ ശരീരത്തിൽ ചൂട് അനുഭവിക്കാറുണ്ട് എങ്കിൽ ദൂതൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്നതിൻ്റെ അടയാളമാണത്. നിങ്ങളുടെ ശരീരത്തിലൂടെ ചൂട് ഒഴുകുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റി ഒരു ചൂട് അന്തരീക്ഷം ഉള്ളതുപോലെ തോന്നാം. ബൈബിളിൽ സാറാഫുകൾ പോലെയുള്ള ചില ദൂതന്മാർ കത്തുന്നവരായിട്ടാണ് പറയുന്നത്. ഇത് ദൈവ സാന്നിധ്യത്തോടുള്ളവരുടെ ജ്വലിക്കുന്ന സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. സാറാഫുകൾ എന്ന പേര് എബ്രായ പദമായ സേറാഫിൽ നിന്നാണ് വന്നത്. അക്ഷരാർത്ഥത്തിൽ കത്തിക്കുക അല്ലെങ്കിൽ ജ്വലിക്കുക എന്നാണ് ഇതിനർത്ഥം. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും ഇത് ദൂതന്മാരല്ല, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് എന്ന്. ഉത്തരം തീർച്ചയായിട്ടും അതെ എന്ന് തന്നെയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കാരണവും ചില സമയത്ത് ഈ ചൂട് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ദൂതന്മാരും ആത്മാവിന്റെ ചലനത്തെ മനസ്സിലാക്കി അതിനോടൊത്തു ചലിക്കുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. രണ്ടും ഒരേപോലെ പ്രവർത്തിക്കുന്നതാണ്. ദൂതന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ പ്രവാചകനായ ദാനിയേൽ വ്യത്യസ്തമായ രീതിയിൽ വിവരിക്കുന്നുണ്ട്. അതിൽ ഇങ്ങനെ പറയുന്നു: ദൂതന്റെ ശരീരം പുഷ്യരാഗം പോലെയും മുഖം മിന്നൽ പിണർ പോലെയും കണ്ണുകൾ എരിയുന്ന പന്തങ്ങൾ പോലെയും ആയിരുന്നു എന്ന്. അങ്ങനെ ഈ ദൂതന്റെ ജ്വലിക്കുന്ന കണ്ണുകൾ ദാനിയേലിന് അമാനുഷിക ചൂട് കൊണ്ടുവന്നു. നാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൂതന്മാരും കൂടി വരുന്നു. അങ്ങനെ ആത്മീയ അന്തരീക്ഷം തന്നെ വ്യത്യസ്തമായ രീതിയിൽ മാറുന്നു. അസാധാരണമായ അന്തരീക്ഷ മാറ്റം കാരണം നമ്മുടെ ശരീരത്തിൽ അതിനെ ചൂടായിട്ട് മനസ്സിലാക്കുന്നു. ചൂട് അനുഭവപ്പെടുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ആത്മീയ അന്തരീക്ഷം മാറുന്നു എന്നതാണ്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തോ ആരാധിക്കുന്ന സമയത്തോ ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളോട് കൂടെ ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന ആ ജ്വലിക്കുന്ന സാറാഫുകൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ അടയാളം, മനസ്സിലുണ്ടാകുന്ന സന്തോഷം. പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിൽ സന്തോഷമോ അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ച് ഭാരമില്ലാതെ നല്ല സ്വസ്ഥമായിട്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ദൂതന്മാർ കൂടെയുണ്ട്. ലൂക്കോസ് 2-ാം അധ്യായത്തിൽ യേശു ജനിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ദൂതൻ ഇടയന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സകല ജനത്തിനും മഹാ ആനന്ദം നൽകുന്ന സത്വാർത്ത ഇതാ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദൈവം പലപ്പോഴും സന്തോഷം തരാനായിട്ട് തൻ്റെ ദൂതന്മാരെ അയക്കാറുണ്ട്. അതുകൊണ്ട് ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സന്തോഷമോ ആനന്ദമോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ദൂതൻ സന്ദർശിച്ചത് കൊണ്ടായിരിക്കാം. ദൂതന്മാർ സന്തോഷമുള്ള സന്ദേശം കൊണ്ടുവരുന്നവരാണ്. നല്ല പ്രായമായ ശേഷവും സാറ ഇസഹാക്കിന് ഗർഭം ധരിച്ച സമയത്ത് ദൈവം എനിക്ക് സന്തോഷം അല്ലെങ്കിൽ ആനന്ദം കൊണ്ടുവന്നു എന്നവൾ പറഞ്ഞു. സത്യത്തിൽ എബ്രായ ഭാഷയിൽ ഇസഹാക്കിന്റെ പേരിന്റെ അർത്ഥം തന്നെ ചിരി എന്നാണ്. ഈ അമാനുഷിക സന്തോഷം തന്നെ ദൂതന്മാർ അവരെ സന്ദർശിച്ചു എന്നതിന്റെ തെളിവായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ടെന്ന് സങ്കീർത്തനം 16-ാം അധ്യായം 11-ാം വാക്യം നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നുള്ള സന്ദേശവുമായിട്ട് ദൂതന്മാർ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് സ്വർഗീയ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ചെറിയൊരു ഭാഗം നമുക്ക് അനുഭവിക്കാൻ പറ്റും. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയ ശിഷ്യന്മാർ തിരിച്ചു വന്ന സമയത്ത് സന്തോഷത്തോടെ തിരിച്ചു വന്നു എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ദൂതന്മാർ വരുന്ന സമയത്ത് പെട്ടെന്നുള്ള ആത്മീയ സന്തോഷവും ആനന്ദവും നമ്മുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും പെട്ടെന്ന് ഭയങ്കര സന്തോഷമോ മനസ്സിൽ ഒട്ടും ഭാരമില്ലാത്തതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ ദൂതന്മാർ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമത്തെ അടയാളം, ശക്തി. പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അസാധാരണമായ ശക്തി മനസ്സിലോ ശരീരത്തിലോ ലഭിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ദൂതന്മാർ നിങ്ങളോട് കൂടെയുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഇങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കണ്ണ് തുറക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ക്ഷീണം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ കയറുന്ന സമയത്ത് എവിടെ നിന്ന് വന്നു എന്ന് പോലും അറിയാത്ത രീതിയിൽ നല്ല ഉണർവും ശക്തിയും ഉണ്ടാകും. ഇതേപോലൊരു സംഭവം യേശുവിനും ഉണ്ടായി. ലൂക്കോസ് 22-ാം അധ്യായം 43-ാം വാക്യം പറയുന്നു: സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി അദ്ദേഹത്തിന് ശക്തി പകർന്നു. യേശു വേദനയോടെ ക്ഷീണിതനായി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. യേശുവിന്റെ ഭൗതിക ശരീരത്തെ ശക്തിപ്പെടുത്തി. പിന്നീട് ക്ഷീണമുണ്ടായില്ല. ദൈവത്തിന്റെ ദൗത്യം നിറവേറ്റാൻ അമാനുഷിക ശക്തി യേശുവിൽ വന്നു. ക്ഷീണം മാറി നല്ല ശക്തി കിട്ടിയതുപോലെ നിങ്ങൾക്ക് അനുഭവമുണ്ടായാൽ അത് ദൂതന്മാർ കൂടെയുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ഇനി മുമ്പോട്ടുള്ള ദൗത്യത്തിന് വേണ്ടിയുള്ള ശക്തി നൽകാൻ ദൈവം തന്നെ അവരെ അയക്കുന്നതാണ്. ആവശ്യമുള്ള സമയത്ത് ദൂതന്മാർ യേശുവിനെ ശക്തിപ്പെടുത്തിയപ്പോൾ യേശുവിൻ്റെ വിയർപ്പ് വലിയ രക്തത്തുള്ളികൾ പോലെയായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു.
അത് യേശു പ്രാർത്ഥിക്കുന്ന സമയത്ത് തീവ്രമായ ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്നതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ തളർന്നു പോകുന്ന സമയത്ത് മുമ്പോട്ട് പോകാനും ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും ദൂതന്മാർ ശക്തി നിങ്ങളിൽ പകരും. നിങ്ങൾക്കുണ്ടാകുന്ന പരീക്ഷകളിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ആ സാഹചര്യത്തിലൂടെ നടക്കാൻ സ്വർഗീയ സൈന്യം നിങ്ങളോട് കൂടെ തന്നെയുണ്ട്. നിങ്ങൾ 3 ആഴ്ച കടുത്ത ഉപവാസമെടുത്ത് തളർന്നു പോയാലും സാരമില്ല. നിങ്ങളുടെ വിജയത്തിനു വേണ്ടി ദൂതന്മാർ നിങ്ങളെ ശക്തി കൊണ്ട് നിറയ്ക്കും. എഫേസ്യർ 6:10 പറയുന്നത് പോലെ കർത്താവിലും അവിടുത്തെ അപാര ശക്തിയിലും ശക്തരാകുക. 4ാമത്തെ അടയാളം, പ്രകാശം കാണുക. ദൂതന്മാർ നിങ്ങളോട് കൂടെയുണ്ട് എന്നതിൻ്റെ 4ാമത്തെ അടയാളം, നല്ല കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചെറിയ പ്രകാശം ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബൈബിളിൽ ദൂതന്മാരെ പലപ്പോഴും പ്രകാശിക്കുന്ന, തിളങ്ങുന്ന, നല്ല തിളക്കമുള്ള ജീവികളായി വിശേഷിപ്പിക്കാറുണ്ട്. മത്തായി 28 യേശു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ആ കല്ലറയിലുണ്ടായിരുന്ന ദൂതൻ മിന്നൽ പിണർ പോലെയായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു. ഈ ദൂതന്മാർ നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണുകൾ അടച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ തിളക്കത്തിൻ്റെ ഒരംശം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ ഭാവനയിൽ സൃഷ്ടിച്ചെടുത്ത ഒരു കാര്യമല്ല. സങ്കീർത്തനം 104:2 ദൈവം വെളിച്ചത്തിൽ പൊതിയപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നു. ദൈവത്തിൻ്റെ മഹത്വമുള്ള സാന്നിധ്യത്തിൽ നിരന്തരം വസിക്കുന്ന ദൂതന്മാർ ഈ തിളക്കമുള്ള വെളിച്ചത്തിൽ പ്രകാശിക്കുന്നു. ദൂതന്മാർ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ കണ്ണിന് അന്ധത പിടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകാശം ഉണ്ടാകും. പക്ഷേ നാം അതിൻ്റെ ഒരംശമായിരിക്കും കാണുക. അടുത്ത പ്രാവശ്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണടച്ചിരിക്കുമ്പോൾ ചെറിയ മിന്നൽ പോലെയോ ചെറിയ പ്രകാശങ്ങളോ കാണുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. 5ാമത്തെ അടയാളം, നേരിട്ടുള്ള പ്രത്യക്ഷതകൾ. ദൂതന്മാർ നിങ്ങളുടെ കൂടെയുണ്ട് എന്നതിൻ്റെ 5ാമത്തെ അടയാളം നിങ്ങളുടെ കണ്ണുകൊണ്ട് പോലും ആത്മീയ തലങ്ങളിൽ സംഭവിക്കുന്നത് കാണാൻ പറ്റും. ചില സമയത്ത് ദൂതന്മാർ പോലും മനുഷ്യ ശരീരം സ്വീകരിച്ച് ഭൂമിയിൽ വരാറുണ്ട്. ഉൽപ്പത്തി 18 അബ്രഹാം മനുഷ്യരെ പോലെ തോന്നുന്ന രൂപത്തിലുള്ള ദൂതന്മാരെ കണ്ടു. അവൻ്റെ നോർമൽ കണ്ണുകൊണ്ട് തന്നെ അവരെ കണ്ടു, അവരോട് സംസാരിച്ചു, അവർക്ക് കഴിക്കാൻ ഭക്ഷണം പോലും തയ്യാറാക്കി കൊടുത്തു. മാത്രമല്ല 2 രാജാക്കന്മാർ 6 എലീഷ തൻ്റെ ദാസന്റെ കണ്ണുകൾ തുറക്കാൻ പ്രാർത്ഥിച്ചു. ദാസൻ പിന്നെ നോക്കിയപ്പോൾ ആ മലയിൽ മുഴുവൻ ഒരുപാട് ദൂതന്മാർ കുതിരകളും രഥങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ടു. ദൂതന്മാർ ആത്മീയ ജീവികളാണ്. ചില സമയത്ത് നമ്മുടെ മാനുഷിക കണ്ണുകൊണ്ട് പോലും അവരെ കാണാൻ പറ്റും. ദൈവം അവരോട് പ്രത്യക്ഷപ്പെടാൻ പറയുന്ന സമയത്ത് കേൾക്കാവുന്ന രീതിയിലോ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലോ നമുക്ക് വെളിപ്പെടും. അതിപ്പോൾ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ നന്നായി ഉണർന്നിരിക്കുന്ന സമയത്തോ അത് സംഭവിക്കാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.